ഞങ്ങളുടെ പ്രധാനമന്ത്രി അതായത് ബിജെപി അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് ബിജെപിയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഇത്തവണ തലസ്ഥാനത്ത് താമര വിരിഞ്ഞത് എന്ന കാര്യം ബിജെപി പ്രവർത്തകർ തന്നെ തുറന്നു സമ്മതിക്കുന്ന വിഷയമാണ്. CPM-ന് വളരെ നന്നായി തന്നെ ആ കാര്യം അറിയുകയും ചെയ്യാം. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുൻ മേയർ നടത്തിയ പ്രസ്താവനകളുടെ ചെറിയൊരു ഭാഗമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. അതിൻ്റെ വിശദമായ ഭാഗം വരും വാർത്തയിൽ തന്നെ കേൾപ്പിക്കുന്നതുമാണ്. അതിൽ മേയർ പറഞ്ഞിരുന്നു, തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമായിരിക്കും, പക്ഷേ സ്വീകരിക്കുന്നത് BJP-യുടെ മേയർ ആയിരിക്കില്ല, പകരം ഞങ്ങൾ തന്നെ ആയിരിക്കും പോയി സ്വീകരിക്കുക എന്നാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും BJP മേയർ VV രാജേഷ് അദ്ദേഹത്തെ പൊന്നാടയണിച്ച് സ്വീകരിച്ചതും BJP പ്രവർത്തകരൊക്കെ തന്നെ മുദ്രാവാക്യം വിളികളുമായി തലസ്ഥാനത്തെ പുളകം കൊള്ളിച്ചപ്പോൾ ഏറെ ജാള്യതയോടുകൂടി ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയെ അങ്ങോട്ട് പോയി കൈ കൊടുത്ത് വേദിയിലേക്ക് ആനയിച്ച് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ തുടങ്ങിയത്. ആദ്യം റെയിൽവേയുടെ പരിപാടി, അതിനുശേഷം BJP-യുടെ വികസിത തിരുവനന്തപുരത്തിൻ്റെ, ഇനി വികസിത കേരളത്തിൻ്റെ ഒരു രൂപരേഖ അത് പ്രഖ്യാപിച്ചാണ് അദ്ദേഹം പോയത്. ഇടതിനും വലതിനും ശക്തമായ കുറിക്കുകൊള്ളുന്ന വാക്കുകൾ പ്രഹരം നൽകി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഏറെ വൈറലായി മാറുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് നവംബർ മാസത്തിൽ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ ഈ വാക്കുകൾ ഏറെ ട്രോളായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJP-യുടെ ആളുകൾ പ്രചരണം നടത്തിയത്. BJP എന്നാണ് അവരുടെ ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ പ്രചരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും. ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന വ്യാമോഹത്തോടു കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ട്. എന്നാൽ ഇതിപ്പോൾ ട്രോൾ ആകുമ്പോഴും CPM പ്രവർത്തകരടക്കം ആരോപിക്കുന്ന ഒരു വിഷയമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ എന്തുകൊണ്ട് മേയർ VV രാജേഷ് സ്വീകരിക്കാനായി എത്തിയില്ല? മേയറുടെ പേര് PM ഓഫീസ് തന്നെ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്, അതിനുള്ള ഉത്തരവ് ആര്യയോട് ചേർത്ത് തന്നെയാണ് വായിക്കേണ്ടത്. കാര്യം, തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷിന് ഇന്ന് അവിടെ എത്താൻ കഴിയാതെ പോയത് മുൻ മേയർ കാട്ടിക്കൂട്ടിയ മണ്ടത്തരങ്ങളുടെ ഒരു പ്രഹേളിക കാരണം തന്നെയാണ്. നേരത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ തിരുവനന്തപുരം സന്ദർശനത്തിനിടയിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. കേന്ദ്ര ഏജൻസികൾ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തിയിരുന്നു. 5 വർഷം മുൻപായിരുന്നു ആ സംഭവം. അന്ന് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ VVIP വാഹനത്തെ പോലും, ഔദ്യോഗിക വാഹനത്തെ പോലും ഓവർടേക്ക് ചെയ്തു പോയത് നമ്മളേവരും കണ്ടിരുന്നു. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തെയാണ് അന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അത് വലിയ വിവാദമായി മാറി. വാർത്തകൾ ഇടനേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണവും തുടങ്ങി. അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഇനി മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഈ തവണ വിമാനത്താവള സന്ദർശനം മേയർ ഒഴിവാക്കിയിരിക്കുന്നത്. അന്ന് ആര്യ കാട്ടിയ മണ്ടത്തരത്തിന് ഇന്ന് ബലിയാടായിരിക്കുന്നത് BJP-യുടെ തന്നെ മേയറാണ്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ നേരിട്ട് കാണാൻ മറ്റൊരാൾക്ക് അവസരം കിട്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മോദിയെ സ്വീകരിക്കാൻ BJP മേയർ എത്തുകയല്ല ചെയ്തത്, പകരം BJP മേയറെ കാണാനായി മോദി നേരിട്ടെത്തി എന്ന തരത്തിലേക്ക് ചിത്രം മാറ്റി എഴുതുകയാണ് ചെയ്തത്. 2021 PN പണിക്കർ ഫൗണ്ടേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ അന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തലസ്ഥാന നഗരിയിലെത്തിയത്. ഗവർണറും മുഖ്യമന്ത്രിയും മേയറും അതുപോലെ തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് BJP പ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പിന്നീടാണ് പൂജപ്പുര PN പണിക്കരുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ പാർക്കിൽ വെച്ച് അനാവരണം ചെയ്യാനായി രാഷ്ട്രപതി യാത്ര തിരിച്ചത്. 14 വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത്. ഇതിലൊന്നിലാണ് മുഖ്യമന്ത്രി അടക്കം യാത്ര ചെയ്യുന്നത്. രാഷ്ട്രപതിക്കൊപ്പം പൂജപ്പുരയിലെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ
മേയറുടെ വാഹനവും VVIP വാഹന വ്യൂഹത്തിലേക്ക് കയറാനായി ശ്രമം നടത്തി. വിമാനത്താവളത്തിൽ നിന്നും ജനറൽ ആശുപത്രി വരെയുള്ള ഭാഗം VVIP വാഹന വ്യൂഹത്തിനൊപ്പമായിരുന്നു മേയറുടെ വാഹനവും സഞ്ചരിച്ചത്. പിന്നീട് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി മേയറുടെ വാഹനം. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പോലീസിനോട് അന്നേ റിപ്പോർട്ട് തേടിയിരുന്നു. വലിയ വിവാദമായി മാറിയിരുന്നു. കേരളത്തിന് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യം ദേശീയ തലത്തിൽ പോലും ആവർത്തിച്ച് ചോദിച്ചു. അന്ന് ആര്യ രാജേന്ദ്രന്റെ കാർ ഓവർടേക്ക് ചെയ്തായിരുന്നു വാഹന വ്യൂഹത്തിലേക്ക് കയറിയത്. വലിയ സുരക്ഷാ വീഴ്ചയെന്ന് മാത്രമല്ല, രാഷ്ട്രപതിയുടെ ജീവന് പോലും അപകടം സംഭവിക്കുന്ന രീതിയിലുള്ള വലിയ പാകപ്പിഴയാണ് ഒട്ടും തന്നെ പക്വതയില്ലാതെ മേയർ അന്ന് കാട്ടിക്കൂട്ടിയതെന്ന് പലരും വിമർശിച്ചു. അന്ന് പൂജപ്പുരയിലെ ചടങ്ങിൽ വാട്ടർ കണക്ഷൻ കൊടുക്കാതെ ശുചിമുറി ഒരുക്കിയതൊക്കെ വലിയ വിവാദമായി മാറിയത് നമ്മളേവരും കണ്ടതാണ്. രാഷ്ട്രപതിക്ക് ശുചിമുറി ഉപയോഗിക്കാനായി വെള്ളം പുറത്തുനിന്ന് കൊണ്ടു കൊടുക്കേണ്ട ഗതികേട് ഒരുപക്ഷെ ഇന്ത്യയിൽ എവിടെയും അദ്ദേഹത്തിന് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇങ്ങനെ ഒരു ഗതികേട് സംഭവിച്ചിട്ടുണ്ടാകില്ല. എന്തായിരുന്നാലും അത് കാരണം 15 മിനിറ്റോളം ചടങ്ങ് വൈകി. എന്നാൽ ഇത്തവണ അങ്ങനെയുള്ള വിവാദങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ സംഭവിക്കരുത് എന്നുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പാലിക്കുന്നയാളാണ് ഇപ്പോഴത്തെ മേയർ VV രാജേഷ്. 2 മണിക്കൂർ മാത്രമേ പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരം സന്ദർശിക്കാനുള്ള സമയമുള്ളൂ. വളരെ വേഗത്തിൽ വിമാനത്താവളത്തിൽ നിന്നും റെയിൽവേയുടെ പരിപാടിക്ക് എത്തണം. അതിനുശേഷം BJPയുടെ പരിപാടിയിൽ പങ്കെടുക്കണം. ഈ വേദിയിൽ മോദി എത്തുന്നതിന് മുൻപ് മേയർക്ക് എത്തണമെങ്കിൽ ആര്യ ചെയ്തതുപോലെ അബദ്ധങ്ങൾ ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ആന മണ്ടത്തരത്തിലേക്ക് എടുത്തു ചാടേണ്ട എന്ന് കരുതി തന്നെയാകണം VV രാജേഷും അതിന് മുതിരാതിരുന്നത്. പ്രധാനമന്ത്രിയുടെ യാത്രാ സമയം തിരുവനന്തപുരം മുഴുവൻ ഗതാഗത കുരുക്കിലാകും. അത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇതിൻ്റെ മുന്നറിയിപ്പുകളും മാധ്യമങ്ങളിലൂടെ നൽകുന്നുണ്ട്. പോലീസും ഇതിൻ്റെ സൂചനകൾ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ബാരിക്കേഡ് വെച്ച് പ്രധാനമന്ത്രിയുടെ വഴികളൊക്കെ തന്നെ കൃത്യമായി വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതടക്കം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു വഴികളിലൂടെ ഈ വേദിയിലേക്ക് എത്താനായി VV രാജേഷിനും സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു എടുത്തുചാട്ടം കാട്ടാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ടാണ് റോഡ് ഷോയിലടക്കം പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നത്. ഇത് മനസ്സിലാക്കിയാണ് മേയർ വിമാനത്താവളം സന്ദർശനം ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും തന്നെ കാണാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ എത്തി സ്വീകരിച്ചില്ലെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഊഷ്മളമായൊരു സ്വീകരണം ഒരുക്കി നൽകുന്നതാകും കൂടുതൽ ഗംഭീരം. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നത്. 2021 അന്ന് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് തിരുവനന്തപുരം മേയറുടെ വാഹനം തിരികെ കയറ്റാൻ ശ്രമിച്ചത് ഏറെ ഗുരുതരമായൊരു കുറ്റകൃത്യമായി തന്നെയായിരുന്നു അന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചത്. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മറ്റൊരു വാഹനം കയറുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. രാജ്യത്തെങ്ങും തന്നെ മേയർക്ക് ഇത്രയധികം പദവിയോ മറ്റ് പ്രത്യേക പരിരക്ഷയോ ഒന്നും തന്നെ കിട്ടുന്നതല്ല. എന്നിട്ട് മേയർ എന്താണ് അങ്ങനെ ഒരു നടപടി കാട്ടിയത്? ആ ധിക്കാരം, ആ ധാർഷ്ട്യം, അതിനൊക്കെയുള്ള മറുപടി എന്തായിരുന്നാലും ജനങ്ങൾ നൽകിയെങ്കിൽ പോലും മേയർക്കും കുറ്റക്കാർക്കുമെതിരെ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപവും നിൽക്കുന്നു. പ്രോട്ടോകോൾ ലംഘനം മനസ്സിലാകാത്തത് ഇന്നും മേയർക്ക് മാത്രമാണ്. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുന്ന വലിയ വീഴ്ച, അതാണ് വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചത്, ഏവരും എടുത്തു പറഞ്ഞത്. ഇനി കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ശുചിമുറിയിൽ പോലും വെള്ളമില്ലാത്ത സാഹചര്യം. പുറത്തു നിന്നും വെള്ളം കൊണ്ട് കൊടുക്കേണ്ട ഗതികെട്ട അവസ്ഥ. അത്രയും അലംഭാവം തന്നെയാണ് വേണ്ടപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ BJP നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിമാനത്താവളത്തിലെത്തി ശേഷം 2 പരിപാടികൾ ഗംഭീരമായി തന്നെ ഉദ്ഘാടനം ചെയ്തു. വികസന രേഖ ചൂണ്ടിക്കാട്ടി ഇടത് വലത് പക്ഷത്തെ, മാറി മാറി വരുന്ന ഇടത് വലത് ഭരണത്തെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുന്നു. എന്തായിരുന്നാലും അടുത്ത തിരഞ്ഞെടുപ്പിനെ നോക്കി തന്നെയാണ് അദ്ദേഹം ഈ പരിപാടിയെ നോക്കിക്കണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂചനകളും അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നഗരസഭാ ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന വാഗ്ദാനമായിരുന്നു BJP നേതൃത്വം നൽകിയത്. അത് പാലിക്കപ്പെട്ട അതിൻ്റെ സന്തോഷമൊക്കെ തന്നെ VV രാജേഷിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെയും മുഖത്ത് ഇന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. അവർ 2 പേരും ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. നഗരവികസനത്തിനായുള്ള സമഗ്ര രേഖയാണ് ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഇതോടൊപ്പം കേരളത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മവും. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ, മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് പ്രധാനമന്ത്രി നാടിനായി സമർപ്പിച്ചത്.